പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ അവരെ ഭയപ്പെടരുത്, നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജനത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ആലോചന പറയുകയാണ്: നിങ്ങൾ അവരെ ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന, യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന, അർത്ഥാൽ അവരെ തകർത്ത് കളയുവാനായി നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ, സൈന്യത്തെ കണ്ടിട്ട് വളരെ ഭാരപ്പെട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുകയാണ്: നിങ്ങൾ അവരെ കാണുന്നു എന്നുള്ളത് സത്യമാണ്, നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷെ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്നറിയാമോ? നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ശത്രു മുൻപേ വരും. ദാവീദിന്റെ മുൻപിലേക്ക് ഗോലിയാത്ത് വന്നു, എല്ലാവരും ഭയപ്പെട്ട് ഓടി. പക്ഷെ ദാവീദ് ഭയപ്പെട്ടില്ല, മുമ്പോട്ട് ചെന്നു. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ദാവീദിനറിയാം തന്നെ വിളിച്ച ദൈവം തന്റെ കൂടെ ഉണ്ടെന്നുള്ള സത്യം. അങ്ങനെയെങ്കിൽ എത്ര വലിയ പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വ്യക്തമായി പറയുക, നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ടോ, നമ്മൾ പഠിച്ച ഏതെങ്കിലും പദ്ധതികൾ കൊണ്ടോ ഒന്നും നമുക്ക് ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. നമുക്കൊരു തോന്നലാ. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവഭയത്തിലുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു: നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. സ്തോത്രം. ദാവീദ് മുൻപോട്ട് ഇറങ്ങി എന്നുള്ളത് സത്യമാണെങ്കിലും ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്തത് ദൈവമാണ്. അതാ ദാവീദ് പറഞ്ഞത്, ഗോലിയാത്തിനോട് പറഞ്ഞത്, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. സ്തോത്രം. അപ്പൊ നമ്മളെ എല്ലാവരുടെയും വിജയം ദൈവത്തിലാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ ദൈവത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനാലും നിങ്ങൾ ഭാരപ്പെടേണ്ട. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി വിജയം നൽകുവാൻ ജയാളിയായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ പല ശത്രുക്കളെയും നമ്മൾ കാണേണ്ടി വരും. പക്ഷെ അവരോടൊന്നും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പോകരുത്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. സ്തോത്രത്തോടെ, പ്രാർത്ഥനയോടെ മുൻപോട്ട് ഇറങ്ങുക. പ്രതികൂലങ്ങൾ മാറും, ചെങ്കടൽ രണ്ടായിട്ട് മാറും, വിഷമങ്ങൾ മാറും. എത്ര വലിയ ശത്രുവായാലും അവനെ തോൽപ്പിക്കുവാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ് നമ്മുടെ ദൈവം. നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ തകർത്ത് കളയുവാൻ കഴിവുള്ള, ശബ്ദമുള്ളവനാണ്. വചനം പറയുന്നു, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, വനങ്ങളെ തോലിരിപ്പിക്കുമാറാക്കുന്ന ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ഗർജിക്കുന്ന സിംഹത്തിന് തുല്യമായ ഗർജനസ്വരമുള്ള നമ്മുടെ ദൈവത്തിന്റെ ശബ്ദത്തിന് മുൻപിൽ ശത്രു നിൽക്കാൻ കഴിയത്തില്ലെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം ധൈര്യപ്പെട്ടു, വിശ്വസിച്ചോ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക. നിങ്ങൾ വിജയിച്ച് തിരിച്ചു വരാൻ പോവുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ പോകുന്ന വഴികളിലൊക്കെ വിശ്വാസത്തോടെ പോകുക. കർത്താവിനെ ഉള്ളിൽ സ്വീകരിച്ച് ആ കർത്താവിനുള്ള വിശ്വാസത്തോടെ, പ്രത്യാശയോടെ മുൻപോട്ട് വെക്കൂ. ജയാളിയായ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ നടത്തും. ആ ദൈവം നിങ്ങളെ സഹായിക്കും. ഈ കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം സമർപ്പിക്കുക. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവുണ്ട്. നമുക്കിന്ന് വിജയം കിട്ടും. നിങ്ങളുടെ എല്ലാ തോൽവികളും മറക്കുക. ഇന്ന് പകൽക്കാലം ദൈവം ഇന്നു മുതൽ നിങ്ങൾക്കൊരു വിജയം നൽകാൻ പോകുന്നു. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാണ്.